തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൽകിയ ഗുളികയ്ക്കുള്ളിൽ മൊട്ടുസൂചി കിട്ടിയെന്ന വീട്ടമ്മയുടെ പരാതി വ്യാജമെന്ന് ആരോഗ്യവകുപ്പ്. മൊട്ടുസൂചി ഗുളികയ്ക്കുള്ളിൽ ഇരുന്ന ലക്ഷണമില്ലെന്നും പേപ്പറിൽ കുത്തിവെച്ച പോലെ രണ്ട് വശങ്ങളും തുരുമ്പെടുത്ത നിലയിലാണെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് പരാതി നൽകി. മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യൻ്റെ ജീവൻ എടുക്കാനാണോ ഈ ഗുളിക? കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കണതാണ്. എൻ്റെ ദൈവമേ. വിതുര മേമല ഉരുളുകുന്ന് സ്വദേശി വസന്തയാണ് ഗുളികയിൽ നിന്ന് മൊട്ടുസൂചി കിട്ടിയെന്ന് പരാതിപ്പെട്ടത്. വിതുര താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്ന് ശ്വാസം മുട്ടലിന് വാങ്ങിയ ഗുളിക സംശയം തോന്നി പൊളിച്ചുവെന്നും 3 ഗുളികകളിൽ നിന്ന് മൊട്ടുസൂചി ലഭിച്ചു എന്നുമായിരുന്നു പരാതി. വൈകുന്നേരം കഴിക്കണം, 2 നേരം കഴിക്കാനുള്ള ഗുളികയാണ്. അപ്പോൾ വൈകുന്നേരം കഴിക്കണമെങ്കിൽ ആ ഗുളിക ഞാൻ പൊട്ടിച്ച് വെച്ചപ്പോൾ അത് എടുത്തപ്പോൾ പൊടി കുറവുപോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിന് ഒന്ന് ഞെരടി നോക്കിയപ്പോൾ അതിൽ കമ്പ് പോലെ കൊള്ളണമുണ്ട്. ഞാൻ എൻ്റെ അടപ്പ് വലിച്ചു ഊരിയപ്പം അത് നോക്കിയപ്പോൾ അതിലൊരു ഇരുമ്പ് തുണ്ടാണ്, ഈ മുള്ളാണി പോലത്തെ ഒരു ആയുധങ്ങൾ. അപ്പം ഞാൻ അത് മാറ്റി വെച്ചിട്ട് അടുത്തെനിക്ക് വെപ്രാളമല്ലേ, അപ്പം അടുത്തൊരു ഗുളിക പൊട്ടിച്ചത് കഴിക്കാമെന്ന് പറഞ്ഞാണ് അടുത്തത് കൂടെ പൊട്ടിച്ചത്. അതിൽ നിറച്ച് പൊടിയുണ്ടായിരുന്നു. എനിക്ക് സംശയം ഇത് കണ്ടതുകൊണ്ട് അതിലുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയ്യിൽ കുറച്ച് തട്ടി നോക്കിയപ്പോൾ അതിൽ ഇത് കാണുന്നുണ്ട്. സമൂഹമാധ്യമങ്ങളിലൂടെ ഇവരുടെ പരാതി വീഡിയോ പ്രചരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലായി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KS ശ്രീനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വസന്തിയെ നേരിൽ കണ്ട് വിവരം ശേഖരിച്ചു. ബാക്കിയുണ്ടായിരുന്ന ഗുളികകളും മൊട്ടുസൂചിയും പരിശോധിച്ചു. പേപ്പറിൽ കുത്തിവച്ചതുപോലെ 3 മൊട്ടുസൂചികളും 2 അറ്റം മാത്രം തുരുമ്പെടുത്ത നിലയിലാണ്. ഗുളികകളുടെ ഘടനയ്ക്കോ ഗുണനിലവാരത്തിനോ വ്യത്യാസമില്ല. ഇതേ ബാച്ചിലുള്ള മറ്റ് ഗുളികകൾക്കും പ്രശ്നമില്ല. ഗുളിക കഴിച്ച ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്ക് എക്സ്റേ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. മൊഴികളിലും വൈരുദ്ധ്യമുണ്ടായതോടെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയത്. 24 തിരുവനന്തപുരം. നമ്മുടെ പൊതുസംവിധാനത്തിൽ ചില പിഴവുകളും പാളിച്ചകളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വ്യാജ പരാതികൾ നൽകി കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകണം.